ആറ്റിങ്ങലിൽ 10 ഏക്കർ ഭൂമി കാട് കയറിയ നിലയിൽ. കാട്ടുമൃഗങ്ങളുടെയും സാമൂഹ്യവിരുദ്ധരുടെയും ശല്യം കാരണം പൊറുതിമുട്ടി നാട്ടുകാർ. ആറ്റിങ്ങൽ ചിറ്റാറ്റിങ്കര ആയിരവില്ലി ക്ഷേത്രത്തിന് സമീപത്തെ 10 ഏക്കറോളം വരുന്ന സ്വകാര്യ ഭൂമിയാണ് ഉടമസ്ഥർ തിരിഞ്ഞുപോലും നോക്കാതെ പാഴ്മരങ്ങൾ വളർന്നും കാട് കയറിയും വനത്തിനു തുല്യമായ അവസ്ഥയിലായത്. പാമ്പ്, പന്നി, മുള്ളംപന്നി തുടങ്ങിയവയുടെ ആവാസ കേന്ദ്രമായി ഇവിടം മാറിക്കഴിഞ്ഞു. ഇതുമൂലം പരിസരത്ത് താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾ വർഷങ്ങളായി ദുരിതമനുഭവിച്ച് വരികയാണെന്ന് നാട്ടുകാർ പറയുന്നു. ആദ്യം ഈ കാട് വെട്ടിത്തെളിച്ച് നല്ല ഇതാക്കണം. ഈ കാട് കിടക്കുന്നതുകൊണ്ടാണ് പന്നിയും മാനും മുള്ളംപന്നി ഇതൊക്കെ ഇറങ്ങുന്നത്. പിന്നെ സാമൂഹിക വിരുദ്ധ ശല്യമുണ്ട്. വഴി നടക്കാൻ നിവർത്തിയില്ല. പിന്നെ കാട് ഒന്നാമത്തെ കാര്യം കാട്, രണ്ടാമത് അല്ലാതെയുള്ള ശല്യങ്ങൾ. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം കാണണം. വാഴക്കൃഷിയൊക്കെ നശിച്ച് 10-17 മൂട് വാഴ കഴിഞ്ഞ ആഴ്ചയും പോയി. പിന്നെ അവിടെ നട്ടിരുന്ന മരച്ചീനി അത്രയും തോണ്ടി കളഞ്ഞ് ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറത്ത് വിജയന് നട്ടിരുന്ന ചേമ്പ് കംപ്ലീറ്റ് പന്നി തോണ്ടി നശിപ്പിച്ച്. അങ്ങനെ എല്ലാം കൂടെ പരാതി കൊടുത്താണ് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ട് അവരൊക്കെ ഒന്നിനും ഒരു എലിക്കുഞ്ഞിനെ പോലും കിട്ടിയില്ല. അവർ അങ്ങ് പോവുകയും ചെയ്തു. മുനിസിപ്പാലിറ്റിയോ അംഗീകരിക്കപ്പെട്ട ആൾക്കാർ അതിലിടപെടണമെന്ന് താഴ്മയെ അപേക്ഷിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മൾ എല്ലാവരും കൂടെ ഇറങ്ങേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ള പാമ്പുകൾ അത്രയും കരയിലോട്ട് കയറുകയാണ്. പിന്നെ അണലി, പെരുമ്പാമ്പ്, ഒത്തിരി 10 ഏക്കർ കൂടുതൽ കാടായിട്ട് കിടക്കുകയാണ്. 10 ഏക്കർ കൂടുതൽ കാടായിട്ട് കിടക്കുന്നത് ഭയങ്കര ശല്യമാണ്. ആൾക്കാർക്ക് വഴി നടക്കാൻ കഴിയുന്നില്ല. രാത്രി റോഡ് കംപ്ലീറ്റ് പാമ്പിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അത് ഇനി ഒരു ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം ഞങ്ങൾ ഇറങ്ങിയിട്ട് കാര്യമില്ല. അന്ന് ഇതിനേക്കാളും പ്രശ്നങ്ങളാവും. അതുകൊണ്ട് ദയവ് എന്തെങ്കിലും ചെയ്തു തരണമെന്ന് അപേക്ഷിക്കുകയാണ്. വന്യജീവികൾ, പ്രത്യേകിച്ച് പന്നി ശല്യം ഒരെണ്ണം നടാൻ നിവർത്തിയില്ല. പിന്നെ ആൾക്കാർക്ക് ശല്യം, വാഹനങ്ങൾക്ക് ശല്യം. 7 വർഷമായി ഇത്തരത്തിൽ പ്രദേശം കാട് കയറിക്കിടക്കുന്നതിനാൽ കാട്ടുപന്നികൾ ക്രമാതീതമായി പെറ്റുപെരുകാൻ തുടങ്ങിയത് കാരണം പ്രദേശത്തെ കൃഷി അവസാനിപ്പിച്ചു. കൂടാതെ കാട്ടുപന്നിയുടെയും പാമ്പിന്റെയും ശല്യം കാരണം ഈ പ്രദേശങ്ങളിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. നിരവധി കന്നുകാലികളും പോത്തുകളുമാണ് പാമ്പിന്റെ കടിയേറ്റ് ചത്തതെന്നും ഇത് കാരണം ജീവിതമാർഗം വഴിമുട്ടിയ സാഹചര്യമാണെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു. ഞങ്ങളുടെ പുരയിടത്തിൻ്റെ അവിടെ പന്നി വന്ന് മണ്ണെല്ലാം കുത്തിയിളക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ തെങ്ങും തൈ വെച്ചിരുന്നതെല്ലാം കുത്തിയിളക്കി, ഒരു അടയ്ക്കാമരം നിന്ന് അതെല്ലാം കുത്തിയിളക്കി ഇട്ടേക്കണം. പന്നിയെന്ന് വെച്ചാൽ ചെറിയ പന്നിയൊന്നുമില്ല, വലിയ സൈസ് പന്നിയാണ്. ഇന്ന് രാവിലെ ഞാൻ കണ്ടതാണ്. പക്ഷേ ഇതാകുമ്പോഴത്തേക്ക് വണ്ടിയിൽ പിള്ളേർ പോകുമ്പോഴും ഒക്കെ ബുദ്ധിമുട്ട് തന്നെയാണ്. കുറുക്ക് ചാടും. ഇവിടുന്ന് അമ്പലത്തിൽ നിന്ന് പോറ്റി പോയപ്പോൾ തന്നെ ഒരു 7 പന്നികൾ റോഡിൽ നിൽക്കുമായിരുന്നു. പിന്നെ പോറ്റി തിരികെ വരികയാണ് ചെയ്തത്. രൂക്ഷമാകാൻ കാരണം കാട് തന്നെയാണ്. കാട് വെട്ടിത്തെളിച്ച് അതിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഇതിപ്പോൾ ഒത്തിരി വർഷമായി ആരോ മേടിച്ചെന്നൊക്കെ പറയണം. പക്ഷേ ഇടയ്ക്ക് ഒരു കാട് വെട്ടിത്തെളിക്കാനായിട്ട് മരം മുറിക്കാനൊക്കെ ഒരു വണ്ടിയൊക്കെ വന്ന് അതൊക്കെ ഇപ്പോൾ 5-6 വർഷമാവും. ഇപ്പോൾ ഇത് വളരെ ശല്യമാണ്. ഊളനും ഇറങ്ങുന്നുണ്ട്. 3 മണി 4 മണി സമയത്ത് ഊളം വിളിയുണ്ട്. ഊളൻ ഈ റോഡിലൊക്കെ വന്ന് നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഭയങ്കര ശല്യമാണ്. പക്ഷേ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളൊക്കെ പിന്നെ പുരയിടം ധരിച്ചിട്ടേക്കുവാണ്. വിഷയം ആദ്യകാലങ്ങളിൽ വാർഡ് സഭകളിൽ ഉന്നയിച്ചിരുന്നെങ്കിലും പരിഹാരമുണ്ടായില്ല. തുടർന്ന് ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ നഗരസഭയ്ക്ക് പരാതികൾ നൽകിയെങ്കിലും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ല. ഇത് പരാതി കൊടുത്തിട്ട് ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ആദ്യം പരാതി കൊടുക്കുന്നത് നമ്മളെ വാർഡ് സഭയിലാണ് ഞാൻ ഈ പരാതി കൊടുക്കുന്നത്. ഇത് നാട്ടുകാരിൽ നിന്ന് എല്ലാവരും ഒപ്പിട്ടാണ് വാങ്ങിച്ചു കൊണ്ട് കൊടുത്തത്. അപ്പം വാർഡ് സഭയിൽ അവർ പറഞ്ഞ് നമ്മൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒന്നും ചെയ്യാതെ ഞാൻ വീണ്ടും പല സ്ഥലങ്ങളിൽ ഞാൻ പോയി അവസാനം കൊണ്ടുവന്ന് പരാതിയായിട്ട് കൊടുത്തപ്പോഴത്തേക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരാൾ വന്ന് ഇവിടെ എല്ലാം ചെക്ക് ചെയ്തിട്ട് പോയിട്ട് നീ അങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ട് ചെന്ന് അപ്പോഴവരെൻ്റെ ഒരു പേപ്പർ തന്നു. എൻ്റെ പേപ്പർ തന്നിട്ട് പറഞ്ഞു ഇത് നമുക്കിത് ആരാണെന്ന് അറിയത്തില്ല, ഇതിൻ്റെ ഫോർവേഡ് തന്നിട്ട് നമ്മൾ കിഴുവലം വില്ലേജിലോട്ട് അയച്ചിട്ടുണ്ട്, അതിൻ്റെ ഉള്ള തീരുമാനം എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാമെന്ന് പറയുന്നു. പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് ഇതിൻ്റെ മുതലാളിമാർ ഇതിന് ഇവിടേക്ക് വന്നിട്ടുണ്ടെന്നൊക്കെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇതിനിടയ്ക്ക് ഒരു ദിവസം കുറച്ച് മരം മുറിക്കാനായിട്ട് ഒരാൾ വന്നായിരുന്നു. ഈ മരം മുറിക്കാനായിട്ട് JCBയും കുറച്ച് സാധനങ്ങളുമായിട്ട് വന്നിട്ട് അവർ കുറച്ച് തുടങ്ങി പെട്ടെന്നും പറഞ്ഞ് എവിടെ നിന്നൊന്നും അറിയത്തില്ല, ആരാണെന്നും അറിയത്തില്ല, ഒരു മുതലാളി എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് ഈ എക്യുപ്മെൻറ്റ്സ് എല്ലാം വരിച്ച് മാറ്റിച്ച് ഇട്ടിട്ടങ്ങ് പോയി. എന്നിട്ട് പറഞ്ഞ് മേലാൽ ഇതിനകത്ത് ആരും ഇറങ്ങിപ്പോരുത് എന്ന് പറഞ്ഞു. അവർ ഈ വാങ്ങിച്ചവർക്ക് അവർ സേഫാണ്. ഇത് നമ്മളാണ് ഈ നാട്ടുകാരാണ്. നമ്മൾ ഒരു സുരക്ഷിതത്വം നമുക്കില്ല ഇവിടെ. പരാതി കൊടുത്തിട്ട് ഏകദേശം ഇപ്പം 1.5 കൊല്ലത്തിന് മുകളിലായി പരാതി കൊടുത്തിട്ട്. ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റി കൊടുത്തിട്ട് 1.5 കൊല്ലമല്ല, നമ്മളെ താഹിർ മെമ്പറായിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. താഹിർ മാറി രമ്യയായി വാർഡ് മെമ്പർ. അന്ന് ഇപ്പോൾ ഏകദേശം 4 കൊല്ലത്തിന് മുകളിലായി ഞാൻ ഇതിൻ്റെ ബാക്കിൽ നടക്കാൻ തുടങ്ങിയിട്ട്.
സ്ഥലപരിശോധന നടത്തിയതിൽ പരാതിയിൽ പറയുന്ന വസ്തുവിന്റെ ഉടമയുടെ വിവരങ്ങൾ പരിസരവാസികളിൽ നിന്ന് അറിയാൻ സാധിച്ചിട്ടില്ലെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുവിന്റെ ഉടമയുടെ വിവരങ്ങൾ ലഭ്യമാക്കണമെന്ന് കാണിച്ച് കിഴുവലം വില്ലേജ് ഓഫീസർക്ക് കത്ത് നൽകിയിരിക്കുകയാണെന്നും മറുപടി ലഭ്യമാകുന്ന മുറയ്ക്ക് പരാതിയിന്മേൽ നടപടി സ്വീകരിക്കുമെന്നും ചൂണ്ടിക്കാട്ടി ഇക്കഴിഞ്ഞ ജൂൺ മാസം നാട്ടുകാർ നൽകിയ പരാതിക്ക് നഗരസഭ മറുപടി നൽകിയതല്ലാതെ യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. ഞാൻ പല ഓഫീസുകളിൽ ഇതിൻ്റെ പരാതികൾ കൊണ്ടുകൊടുത്തു. അവസാനം ഒരു മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ഒരു പരാതി തന്നിരിക്കുന്നത്, അവർ മറുപടിയായിട്ട് എനിക്ക് തന്നിരിക്കുന്നത് ഇതിൻ്റെ ഉടമസ്ഥൻ ആരാണെന്ന് നമുക്കറിയത്തില്ല, ഇത് നമ്മൾ വില്ലേജ് ഓഫീസിലോട്ട് അയച്ചിട്ടുണ്ട്, ബാക്കി കാര്യങ്ങൾ അവർ തീരുമാനിക്കുമെന്ന് പറഞ്ഞു. ഞാൻ വില്ലേജ് ഓഫീസിൽ പോയി തിരക്കി. അപ്പം വില്ലേജ് ഓഫീസർ പറഞ്ഞു നമുക്ക് ഇതിനൊരു പേപ്പർ തന്നിട്ടില്ല. ഈ പ്രദേശങ്ങളിൽ പുറത്തുനിന്ന് വാഹനങ്ങളിൽ മാലിന്യം കൊണ്ടുവന്ന് തള്ളുന്നത് പതിവാണെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. കൂടാതെ ഈ പ്രദേശം കാട് കയറി കിടക്കുന്നതിനാൽ ഇവിടം സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനും അനാശാസ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കമുള്ളവർ ഇവിടെ എത്താറുണ്ടെന്നും ഇവരെ ഭയന്ന് സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർക്ക് ഇതുവഴി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണെന്നും പ്രദേശവാസികൾ പറയുന്നു. റോഡ് വഴി നടക്കാൻ കഴിയുന്നില്ല. കാരണം കഞ്ചാവും മെനിങ്ങാന്നും ചാക്കുകളിലുമായിട്ട് കഞ്ചാവും എന്തൊക്കെ അകത്തുള്ളിലോട്ട് കാട്ടിൻ്റെ ഇടയിലോട്ട് കയറി പോകുന്നുണ്ട്. അപ്പോൾ കാട്ടിൻ്റെ ഇടയിലോട്ട് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ ലേഡീസുമായിട്ട് വന്ന് അവിടെ ബൈക്ക് കൊണ്ട് വെച്ചിട്ട് അതിനകത്ത് നടന്നു പോകുന്നുണ്ട്. അപ്പോൾ അത് വലിയ ബുദ്ധിമുട്ടാണ്. ഇവിടെയുള്ള സാമൂഹിക വിരുദ്ധര കാരണം ഇവിടെ ഉള്ളവർക്ക് വഴി നടക്കാം. അപ്പോൾ സ്ത്രീകൾ ഒരുപാട് വന്നിട്ടുണ്ട്. അവരൊക്കെ പറയും ഇവിടുത്തെ കാര്യങ്ങൾ അവരെല്ലാം പറയും. അവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഈ റോഡ് ഇങ്ങനെ എപ്പോഴും ബൈക്കുകളോട് പാർക്ക് ചെയ്തിട്ട് ആരെന്നൊന്നും അറിയില്ല. കഞ്ചാവ് വൃഷ്ടി അതും ഇതുമൊക്കെ ഉണ്ട്. ഇതിനകത്ത് ഇനി എന്തൊക്കെയാണെന്ന് കയറി നോക്കിയാലേ അറിയാവും. കാരണം പെരുമ്പാമ്പും മറ്റ് എൻ്റെ വീട്ടിൽ തന്നെ അണലിയടിച്ച് 2 മൃഗങ്ങൾ ചത്തുപോയി. അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ വർഷം 128 പേർ ഒപ്പിട്ട പരാതി ആറ്റിങ്ങൽ ഡിവൈഎസ്പിക്ക് നൽകിയെങ്കിലും ഫലം കണ്ടില്ലെന്നും ഇവർ ആരോപിക്കുന്നു. സാമൂഹ്യ വിരുദ്ധര ശല്യം, സാമൂഹ്യ വിരുദ്ധര കാര്യം ഇത് വലിയ ശല്യമാണ് ഇവിടെ. ഞാൻ ആറ്റിങ്ങൽ പോലീസ് സ്റ്റേഷനിൽ SIക്ക് ഞാൻ നാട്ടുകാരിൽ നിന്ന് എന്നെ പരാതി ഒപ്പിട്ട് ഞാൻ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൊണ്ടു കൊടുത്തപ്പോൾ അദ്ദേഹം 2-3 പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്തു, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. 2-3 പ്രാവശ്യം വന്ന് ചെക്ക് ചെയ്ത് എല്ലാം ചെയ്തിട്ട് പിന്നെ വീണ്ടും 3 ദിവസം മിണ്ടാതിരിക്കും. 4ൻ്റെ അന്ന് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാര്യം ഇവിടെ ആർക്കും പ്രതികരിക്കാനുള്ള ശക്തിയില്ല. അതിനകത്ത് ഈ കാട്ടിനകത്തൊരു വീടുണ്ട്. വീട് എന്ന് പറഞ്ഞാൽ വീട് നല്ല വീടാണ്. പക്ഷേ അവിടെ ആവശ്യമില്ലാത്ത ആൾക്കാർ വരുന്നു. ആണും പെണ്ണുമായിട്ട് എല്ലാവരും വരുന്നുണ്ട്. എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുന്നുണ്ട്. ഇതിനടുത്ത് തൊട്ടൊരു ക്ഷേത്രമാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ചടങ്ങുകൾ നടക്കാനുള്ള ചിലപ്പോൾ അതിനുള്ള ഇതൊക്കെ അവന്മാരുണ്ടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ക്ഷേത്രത്തിലൊരു പോയിട്ട് രാവിലെ പാവം പേടിച്ച് 4 മണിക്കൊക്കെയാണ് വരുന്നത്. പേടിച്ചാണ് അദ്ദേഹം വരുന്നത്. എന്നിട്ട് നമ്മളെല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അവിടെ എത്തി വൃത്തിയാക്കിയത്. ഇതിനിപ്പോൾ ആരാണ് ഇതിൻ്റെ ഉടമസ്ഥൻ എന്നുള്ള കാര്യം എന്തെന്നോ, ഇത് ഒരു ടർഫ് അവിടെ ഉണ്ട് മാമത്ത്. അതിൻ്റെ പേരും പറഞ്ഞാണ് ഏറ്റവും കൂടുതൽ സാമൂഹ്യ വിരുദ്ധർ നടത്തുന്നത്. അവർ പറയുന്നത് നമ്മൾ പിള്ളേരെ അവിടെ കൊണ്ടാക്കിയിട്ടാണ് നിൽക്കുന്നത്. എന്നാൽ അവിടെ ചെന്ന് നോക്കുമ്പോഴേ അണ്ണാ നമ്മളെ ആൾക്കാരെ നമ്മൾ ഇതിനകത്താണ് ഇരുത്തിയിരിക്കുന്നത്, നമ്മൾ ആരെയും ഒന്നും പറയുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ തന്നെ പള്ളിയിൽ തൊട്ടടുത്തൊരു പള്ളിയുണ്ട്, മദ്രസയുണ്ട്. മദ്രസയിൽ ഞാൻ വൈകിട്ട് ഇങ്ങനെ ജോലി കഴിഞ്ഞിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഇങ്ങനെ ഇവിടുത്തെ ശല്യം കൂടുതലാണ്, നീ എന്തെങ്കിലും ചെയ്യുമെങ്കിൽ നമ്മൾ കൂടെ നിൽക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അവരെല്ലാം കൂടെ വൃത്തിയാക്കിയിട്ട് അവിടെ ഈ കള്ളുകുടിയും കഞ്ചാവും ആയതുകൊണ്ട് അവരെല്ലാം കൂടെ കാട് വൃത്തിയാക്കിയിട്ട് അവിടെ 2 പേരെ ഡ്യൂട്ടിക്ക് ഇട്ടപ്പോഴത്തേക്ക് മെനങ്ങാന്ന് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ചെന്ന് മലവിസർജനമാണ് അവിടെ തള്ളിയിരിക്കുന്നത് ഈ പള്ളിയുടെ നടയിൽ. അത്രയ്ക്ക് ശല്യമാണ് ഇവിടെ. സ്വകാര്യ വ്യക്തികളുടെ ഭൂമി അടിയന്തരമായി വൃത്തിയാക്കുന്നതിനും പ്രദേശത്തെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കുന്നതിനും ബന്ധപ്പെട്ട അധികാരികൾ ഇടപെട്ട് പരിഹാരം കാണണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അതല്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു പോകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ബീക്കൺ ന്യൂസ്, ആറ്റിങ്ങൽ.